ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ആർച്ച് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആർച്ച് ലിനക്സ് എന്ന് പറയുമ്പോൾ ഒരു ലിനക്സ് ബേസ്ഡ് ഡിസ്ട്രോ ആണ്. അതായത് നമ്മുടെ ഡെബിയൻ അല്ലെങ്കിൽ ഉബുണ്ടു പോലത്തെ വേറൊരു ഡിസ്ട്രോ. അപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഉബുണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ആ, ആ, എന്താ പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള എല്ലാം ഇൻസ്റ്റാൾ ആയി വരും. ഇപ്പോൾ നമുക്ക് വേണ്ട വൈഫൈ സെറ്റപ്പ്, ബ്ലൂടൂത്ത്, അങ്ങനത്തെ കാര്യങ്ങൾ, നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ്, അതൊക്കെ അവർ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ആയി വരും. പക്ഷേ ആർച്ച് ലിനക്സ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി മിനിമലാണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സാധനം വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഞാനിവിടെ ഒരു ഗിറ്റബ് റെപ്പോസിറ്ററി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആർച്ച് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള ഒരു ഗൈഡ് പോലെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, ഇതിലാകുമ്പോൾ കംപ്ലീറ്റ് എങ്ങനെ എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ കമാൻഡ്സും ഉണ്ട്. അപ്പോൾ ഇതിന് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇൻസ്റ്റാളേഷനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങളൊരു ലൈവ് യു എസ് ബി ബൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം വരുന്നതായിരിക്കും, ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇപ്പോൾ റൂട്ട് അറ്റ് ആർച്ച് ഐ എസ് എന്ന് പറയുന്നത് കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യണം. ഒന്നില്ലെങ്കിൽ നമുക്ക് എതർനെറ്റ് കേബിൾ വെച്ച് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ വൈഫൈ വെച്ചിട്ട് കണക്ട് ചെയ്യാം. എതർനെറ്റ് കേബിൾ ആണെങ്കിൽ ജസ്റ്റ് കണക്ട് ചെയ്താൽ തന്നെ ഇൻ്റർനെറ്റ് അവൈലബിൾ ആയിരിക്കും. ഇപ്പം നമുക്ക് എങ്ങനെയാണ് വൈഫൈ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ നോക്കാം. ആദ്യം നിങ്ങൾ ഐ പി എങ്ങനെ കണക്റ്റഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി IP 7DR എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം W9, അതാണ് നമ്മുടെ വൈഫൈയുടെ. അപ്പോൾ അതിൽ നമുക്കൊരു IP കാണാം. IP വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണെന്ന് അർത്ഥം. ഞാൻ ഇത് നേരത്തെ കണക്ട് ചെയ്തതാണ്. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ വേറൊരു വഴി എന്ന് വെച്ചാൽ പിങ് ഏതെങ്കിലും സൈറ്റ് google.com അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പിങ് ആവുന്നുണ്ട്. അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണെന്ന് അറിയാം. ഓക്കെ, നമുക്ക് എന്തായാലും ക്ലിയർ ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ IWCTL എന്ന് പറഞ്ഞ കമാൻഡ് അടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു എൻവയോൺമെൻറ്റ് ഓപ്പൺ ആവും. ഉണ്ട് IWD എന്ന് പറഞ്ഞൊരു എൻവയോൺമെൻറ്റ് ഓപ്പൺ ആയില്ലേ. അപ്പോൾ ഓക്കെ, അതിൽ കയറിയിട്ട് നമുക്ക് സ്റ്റേഷൻ ഓക്കെ. അതിന് മുമ്പായിട്ട് ഏത് ഡിവൈസൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഡിവൈസ് ലിസ്റ്റ് ഓക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ WLAN 0 ആണ് ഇപ്പോൾ ഉള്ള ഡിവൈസ്. അപ്പോൾ നമുക്ക് സ്റ്റേഷൻ WLAN 0 ഗെറ്റ് നെറ്റ്വർക്ക്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ എല്ലാ നെറ്റ്വർക്ക്സ് വരും. നമ്മുടെ അടുത്തുള്ള എല്ലാ വൈഫൈ നെറ്റ്വർക്ക്സ് വരും. അപ്പോൾ ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് പോടാന്ന് പറഞ്ഞ ഒരു ഇതിലാണ്. അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റേഷൻ WLAN 0 കണക്റ്റ് ഓക്കെ കണക്റ്റ് പിന്നെ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പേരടിക്കുക. പോടാന്ന് അടിച്ചു കഴിഞ്ഞാൽ പാസ്വേഡ് ചോദിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ കണക്ട് ചെയ്തതുകൊണ്ടാണ് പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് അടിക്കുക, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കണക്റ്റ് ആവും. കണക്റ്റ് ആയി കഴിയുമ്പോഴായിരിക്കും ഈ സംഭവം കാണുന്നത്. കണക്റ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ എക്സിറ്റ് അടിക്കാം. ഇതിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ക്ലിയർ അടിച്ചു കഴിഞ്ഞാൽ മൊത്തം ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ കണക്റ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ IP ADDR എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ IP കാണാം. അല്ലെങ്കിൽ പിങ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കണക്റ്റ് ആണെന്ന് അറിയാം. ഇതാണ് നമ്മുടെ ബേസിക് സെറ്റപ്പ് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇൻ്റർനെറ്റ് നമുക്ക് കണക്ട് ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിസ്റ്റം ക്ലോക്കിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് ടൈം സിങ്കർണൈസേഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ടൈം ഡേറ്റ് CTL സെറ്റ് NTP ട്രൂ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിങ്കർണൈസേഷൻ ഓണാക്കി കിട്ടും. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് ടൈം ഡേറ്റ് CTL എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാം. നിങ്ങളുടെ ഇവിടെ നോ ആണെങ്കിൽ ഈ സംഭവം അടിച്ചാൽ മതി. അപ്പോൾ എസ് ആവും. എസ് ആയില്ലെങ്കിൽ നോ തന്നെ ആണെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത് നോക്കുക. അതായത് വേറെ വൈഫൈയോ വല്ലതും കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് എസ് ആവണം. എന്തായാലും എസ് ആയിരിക്കണം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. ഇല്ലെങ്കിൽ മറ്റേ കീ റിങ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ആവില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാക്കേജ് ഇൻസ്റ്റാൾ ആവില്ല. ഓക്കെ, അടുത്ത നമ്മുടെ ടൈം സോൺ UTC ആണ്. അപ്പോൾ നമ്മുടെ ഏഷ്യ കൊൽക്കത്ത ആക്കണം. അപ്പോൾ അതാക്കാനായിട്ട് ഈ കമൻറ്റ് അടിച്ചാൽ മതി. ടൈം ഡേറ്റ് CTL സെറ്റ് ടൈം സോൺ ഏഷ്യ കൊൽക്കത്ത അടിച്ചു കഴിഞ്ഞാൽ അതാവും. പിന്നെ ടൈം ഡേറ്റ് CTL അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ടൈം സോൺ ഏഷ്യ കൊൽക്കത്ത ആയി. അപ്പോൾ അതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെരിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത്ര വെരിഫൈ ചെയ്യണം. ഇവിടെ ടൈം സിസ്റ്റം ക്ലോക്ക് സിങ്കർണൈസേഷൻ എസ് ആയിരിക്കണം. ടൈം സോൺ സെറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. NTP സർവീസ് ആക്റ്റീവ് ആയിരിക്കണം. അതെന്തായാലും ആക്റ്റീവ് ആയിരിക്കും. ഇത്രയും ഇതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ പാക്കേജ് അപ്ഗ്രേഡ് ചെയ്യുന്ന മുമ്പുള്ള കാര്യങ്ങൾ.
ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാക്കേജ് ഡേറ്റാബേസിനെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതേ ഡേറ്റാബേസ് ആയിട്ട് നമ്മുടെ പാക്കേജ് സിങ്ക്രണൈസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വരുന്ന കമാൻഡാണ് പാക്മാൻ -sy. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ആവുന്നതാണ്, അത് സിങ്ക് ആവുന്നതാണ്. അപ്പോൾ സിങ്ക് ആയിട്ടുണ്ട്. ബേസിക്കലി കമാൻഡ് എന്താണെന്ന് വെച്ചാൽ പാക്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർസിനിക്സിൻ്റെ പാക്കേജ് മാനേജറാണ്. പിന്നെ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ -s എന്ന് പറയുന്നത് സിങ്ക് ഓപ്പറേഷനാണ്. അത് നമ്മൾ സിങ്ക് ചെയ്യുന്നു. y എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഡേറ്റാബേസ് റിഫ്രഷ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീ റിംഗ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ വേറെ ഇത് എന്തായാലും ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡർ കീ റിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ പാക്കേജസ് ഒന്നും അപ്ഡേറ്റ് ആവില്ല. അപ്പോൾ ഇൻവാലിഡ് അല്ലെങ്കിൽ കറപ്റ്റഡ് പാക്കേജസ് അങ്ങനത്തെ എററൊക്കെ വരും. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പാക്മാൻ -sy ആർസിനെസ് കീ റിംഗ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് സിങ്ക്രണൈസ് ആയിക്കോളും. അപ്പോൾ നമ്മൾ പ്രൊസീഡ് വിത്ത് ഇൻസ്റ്റാളേഷൻ വരും, y കൊടുക്കുക, s കൊടുക്കുക. അപ്പോൾ നിങ്ങളിവിടെ കാണുന്ന പോലെ തന്നെ അപ്പൻഡിങ് കീസ് ഫ്രം ആർസിനെക്സ്, അതായത് കീസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സംഭവം അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഓരോ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അപ്പൻഡ് ചെയ്യുമ്പോൾ പഴയ കീ ആണെങ്കിൽ അപ്ഡേറ്റ് ആവില്ല, അത് ക്യാൻസലായി പോവുള്ളൂ. ഓക്കെ, ഇനി അടുത്ത മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ക് പാർട്ടീഷൻ ചെയ്യണം. അപ്പോൾ അതായത് നമ്മുടെ ഡിസ്കിലോട്ടാണ് നമ്മൾ ഈ ആർസിനെക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിപ്പോഴും ലൈവ് USB-യിലാണ് നമ്മൾ, അതാണ് ഈ റെഡ് കളറിൽ റൂട്ട് ArchIS എന്ന് കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോഴും ലൈവ് USB-യിലാണ്. ഇനി നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഏത് SSD ആണോ ആ ഡിസ്കാണോ അത് നമ്മൾ പാർട്ടീഷൻ ചെയ്ത് എടുക്കണം. അതിലോട്ടായിരിക്കും നമ്മൾ ആർസിനെക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം അതിന് നമ്മൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഇതും കാണാൻ വേണ്ടി, ഹാർഡ് ഡിസ്ക് SSD കാണാൻ വേണ്ടി LSBLK കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഇതും കാണാം. ഇതിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് SD എന്ന് കാണാം. SD എന്ന് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 233 GB ഒരു SATA SSD-ൻ്റെ ലാപ്പിൽ കിടപ്പുണ്ട്. അപ്പോൾ അതാണത്. പിന്നെ SDB എന്ന് കിടപ്പുണ്ട്, അത് നമ്മുടെ 14 GB, അതായത് നമ്മുടെ ArchIS കിടക്കുന്ന ഇതാണ്. അതായത് നമ്മൾ ബൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഇതാണ് 14 GB. പിന്നെ നമ്മൾ NVMe 1N1 കിടക്കുന്നത്, അതായത് 2 TB ഒരു SSD കിടക്കുന്നത്. അതിലാണ് എൻ്റെ വിൻഡോസ് കിടക്കുന്നത്. വിൻഡോസ് ഉണ്ട്. പിന്നെ അടുത്തതാണ് നമ്മുടെ NVMe 01N1 1 TB ഒരു SSD ഉണ്ട്. അപ്പോൾ ഇതിലോട്ടാണ് നമ്മൾ നമ്മുടെ ആർസിനെക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്ക് ഒരിക്കലും നമ്മൾ ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ, 1-ന് പകരം 0-ന് പകരം 1 ആയി കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോസ് മൊത്തം പോകും. അപ്പോൾ അതൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ NVMe 0N1, അപ്പോൾ ഇതാണ് നമ്മൾക്ക് വേണ്ട SSD. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പാർട്ടീഷൻ ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം. അപ്പോൾ നമ്മുടെ ഡിസ്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഡിസ്കിൽ ഒരു EFIയുടെ ഒരു പാർട്ടീഷൻ വേണം. അത് 512 MB എന്നാണ് കൊടുത്തേക്കുന്നത്. നമുക്കൊരു 2 GB അല്ലെങ്കിൽ 1 GB EFI പാർട്ടീഷൻ ആവാം, കുഴപ്പമില്ല. അത് FAT32 ഫോർമാറ്റിലായിരിക്കണം. പിന്നെ റൂട്ട് പാർട്ടീഷൻ ഉണ്ടാവും. റൂട്ട് പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ ഇതിലായിരിക്കും നമ്മുടെ മെയിൻ റൂട്ട് ഫയൽസ് എടുക്കുന്നത്. ലിനക്സിൻ്റെ മെയിൻ ഫയൽസ് ഇരിക്കുന്ന ഇതിലായിരിക്കും. അത് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ 1 TB SD ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 200 GB റൂട്ടിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു ext4 ഫോർമാറ്റിലാണ് നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഹോം പാർട്ടീഷൻ, അത് ബാക്കിയുള്ള പാർട്ടീഷൻ നമുക്ക് കൊടുക്കാം. ഹോം പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്കി യൂസർ ഡേറ്റാസ്, നമ്മുടെ ഫയൽസ് ഒക്കെ വരുന്ന ഹോം പാർട്ടീഷനിലാണ്. അപ്പോൾ അതും ഒരു ext ഫോർമാറ്റാണ്. പിന്നെ ഒരു സ്വാപ്പ് പാർട്ടീഷൻ കൊടുക്കുന്നുണ്ട്. സ്വാപ്പ് പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റാമിലുള്ളത് തൽക്കാലമായിട്ട് ഇപ്പോൾ റാം കുറച്ചുള്ളൂ, ഒരു 8 GB റാമുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഫുള്ളാവുന്ന യൂസേജ് വരുമ്പോൾ ബാക്കി ഈ സ്വാപ്പിലായിരിക്കും ബാക്കി വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു മെത്തേഡ് ചെയ്യുന്ന എല്ലാവരും. വേണമെങ്കിൽ നമുക്ക് EFI ബൂട്ട് ഒറ്റ പാർട്ടീഷനായിട്ട് ചെയ്യാം. പിന്നെ റൂട്ട് ഹോമും ഒറ്റ പാർട്ടീഷനായിട്ട് ചെയ്യാം. ഇതാണ് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ. എന്ന് വെച്ചാൽ ഇപ്പോൾ ലിനക്സ് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റി ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് റീഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഹോം അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ ഹോമിലുള്ളത് അവിടെ അതുപോലെ തന്നെ അവിടെ ഇരുന്നോളും, റൂട്ട് മാത്രം മാറ്റാൻ മതിയല്ലോ. അപ്പോൾ യൂസർ ഫയൽസ് ഒന്നും പോവില്ല. അതാണ് മെയിനായിട്ട് 2 പാർട്ടീഷനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതാണ് പാർട്ടീഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ CF ഡിസ്ക് എന്ന് പറയുന്നൊരു ടൂളാണ്. CF ഡിസ്ക് ഉണ്ട്, ഡിസ്ക് ഉണ്ട്. ഡിസ്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, കുറച്ച് മനസ്സിലാക്കാൻ പാടില്ല. ഇത് നമുക്ക് കുറച്ചൊരു വിഷ്വലായിട്ട് നമുക്ക് കാണാൻ പറ്റും. CF ഡിസ്ക് അടിക്കുമ്പോൾ ഓക്കെ, CF ഡിസ്ക് അടിച്ചപ്പോൾ ആദ്യം സ്ഥലത്ത് SDA1 ആണ്. അതായത് എൻ്റെ മറ്റേ വിൻഡോസിൽ മൈക്രോസോഫ്റ്റ് ബേസിക് ഡേറ്റ വിൻഡോസിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് വന്നേക്കുന്നത്. അതെല്ലാം നമുക്ക് വേണ്ട. അപ്പോൾ അത് നമുക്ക് എന്തായാലും ക്വിറ്റ് അടിക്കാം. ഇപ്പോൾ അറിയാതെ വല്ലതും നെക്കിപ്പോയി കഴിഞ്ഞാൽ അത് ഡിസ്കിലുള്ളത് പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ക്ലിയർ അടിച്ച് കഴിഞ്ഞിട്ട്
CF ഡിസ്ക് ഡോട്ട് ഓക്കെ. അതിന് മുമ്പ് LSBLK ജസ്റ്റ് കാണാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഇതാണ്. അപ്പോൾ CF ഡിസ്ക് ചെയ്തിട്ട് നമ്മൾ ഡാഷ് ഡാഷ് NVMe 0 NVMe 0 N1 ആണ് നമുക്ക് വേണ്ട. ഇത് 1 TB ഇതിലോട്ടുണ്ട്. 2 TBയിലാണ് എൻ്റെ വിൻഡോസ് നടക്കുന്നത്. അപ്പോൾ മാറിപ്പോയി കഴിഞ്ഞാൽ മൊത്തം അത് പോവും. സോ അത് നോക്കി ചെയ്യണം. NVMe 0 N1 അതാണ് കൊടുത്തേക്കുന്നത്. NVMe 0 N1. ഓക്കെ. സോ ഇതിൽ ഞാൻ പണ്ട് നേരത്തെ കിടക്കുന്ന ലിനക്സ് ആണ് ഈ കിടക്കുന്നത്. അപ്പം അത് മൊത്തം കളയാൻ പോവുകയാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് അടിക്കാം. അപ്പോൾ ഇത് ഡിലീറ്റ് അടിക്കാം. ഓക്കെ. അപ്പോൾ മൊത്തത്തിൽ ഒറ്റ ഇതേ ഉള്ളൂ. അതിലാണ് 953.9 GB സ്പേസ് ഉണ്ട്. അപ്പോൾ 1 TBയുടെ SSD ആണ്. അപ്പോൾ ഇത്രയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം സെലക്ട് ചെയ്യാം. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ന്യൂ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും 953.9 GB. അപ്പോൾ ഇതിൽ നമുക്ക് എന്തായാലും ഒരു 2 അഡിഷൻ വരണം. 2 GB ആക്കിയിട്ട് എൻ്റർ അടിക്കാം. അപ്പോൾ ടൈപ്പ് ചെയ്യും. ടൈപ്പ് നമുക്ക് വേണ്ടത് EFI സിസ്റ്റംസ് ആണ്. EFI സിസ്റ്റം. നെക്സ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ ന്യൂ അടിക്കാം. ഇനി നമ്മുടെ റൂട്ടാണ് വരേണ്ടത്. റൂട്ട് എന്ന് പറയുമ്പോൾ 200 GB ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 200 GB കൊടുക്കുക. അതിൻ്റെ ടൈപ്പ് ലിനക്സ് ഫയൽ സിസ്റ്റമാണ്. അത് തന്നെയാണ്. പിന്നെ അടുത്തത് വരേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇതാണ്. നമ്മുടെ സ്വാപ്പ് വരണം. സ്വാപ്പ് GB ആണ്. എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ളത് 32 GB റാമാണ്. ഇപ്പോൾ ഹൈബർനേഷൻ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ റാമിനേക്കാൾ ഇച്ചിരി കൂടി കൂടുതൽ വേണം. അപ്പോൾ അതിനാണ് നമ്മൾ 40 GB എടുത്തേക്കുന്നത്. അപ്പോൾ 40 GB കൊടുക്കുക. അതിൻ്റെ ഫയൽ സിസ്റ്റം ലിനക്സ് ഫയൽ സിസ്റ്റം അല്ല, ടൈപ്പ് മാറ്റി ലിനക്സ് സ്വാപ്പ് ആക്കാം. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ ബാക്കി ഹോം ഡയറക്ടറിയാണ്. അത് നമുക്ക് ബാക്കിയുള്ളത് കൊടുക്കാം. അത് ടൈപ്പ് ലിനക്സ് ഫയൽ സിസ്റ്റം തന്നെ. അപ്പോൾ മൊത്തം 4 പാർട്ടീഷനായി. ഓക്കെ, 4 പാർട്ടീഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് ആണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് ആർച്ച് ഇൻഡെക്സ് പോവും റൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ഇതുപോലെ പാർട്ടീഷനും ആവും. റൈറ്റ് അടിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ 1 TB തന്നെ അല്ലേ നോക്കണം. എന്ന് വെച്ചാൽ എൻ്റെ 2 TBയിലാണ് വിൻഡോസ് എടുക്കണം. അപ്പോൾ അറിയാണ്ട് റൈറ്റ് ആയി കഴിഞ്ഞാൽ മൊത്തം വിൻഡോസും പോയി. അപ്പോൾ അടിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് അതിനെ ക്വിറ്റ് അടിച്ചിട്ട് ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്തിട്ട് LSBLK എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് കാണാം. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ 2 GBയുടെ ഒരു പാർട്ടീഷൻ, 200 GBയുടെ പാർട്ടീഷൻ, 40 GBയുടെ ബാക്കി. ഇങ്ങനെയാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഫോർമാറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർമാറ്റ് ചെയ്യാം. ഫോർമാറ്റ് ചെയ്യാൻ mkfs.fat -f32 f32/dev/nvme 0 N1 P1. ഓക്കെ, നമ്മൾ പാർട്ടീഷൻ 1 ആണ് നമ്മൾ എന്താ ഫോർമാറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫാറ്റ് ഫോർമാറ്റാണ്. അതായത് FAT32 അതായത് നമ്മുടെ EFI ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന FAT32 ഫോർമാറ്റിലാണ് നമ്മുടെ EFI ബൂട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അതിനാണ് 2 GBയുടെ അതായത് നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്ന FAT32 ആയിട്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തു. അറിയാതെ മാറിയൊന്നും പോവരുത്. ഇപ്പോൾ 01 അല്ലേ, ഇപ്പോൾ 01 എന്നൊക്കെ പറയും. ഇപ്പോൾ 0 ഇപ്പോൾ അറിയാതെ ഇവിടെ 1 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അങ്ങ് ഫോർമാറ്റ് ആയി പോകും. ഇത് നമ്മുടെ വിൻഡോസിൻ്റെ EFI അടക്കുന്ന പാർട്ടീഷനാണ് 100 MBയുടെ. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ വിൻഡോസ് ബൂട്ടാവില്ല. അതിന് റിക്കവർ ചെയ്യണമെങ്കിൽ വേറെ മറ്റേ വിൻഡോസിൻ്റെ USB സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യേണ്ടി വരും കാര്യം. അത് കുറച്ച് പണിയാണ്. ഇപ്പോൾ ചെയ്യുമ്പോൾ ഫോർമാറ്റിംഗ് എപ്പോഴും ചെയ്യുമ്പോൾ നോക്കിയൊക്കെ ചെയ്യുക. അടുത്തത് നമ്മുടെ ഫയൽ സിസ്റ്റംസ് ആണ് ഫോർമാറ്റ് ചെയ്യുന്നത്. ഫാറ്റ് ext4 ഫോർമാറ്റാണ്. /dev നമ്മുടെ അത് 200 GBയുടെ അത് P2 ആണ്. P2 അതായത് നമ്മുടെ റൂട്ടാണ് നമ്മൾ ഈ ഫോർമാറ്റ് ചെയ്യുന്നത്. കൊടുക്കുക. അപ്പോൾ അത് ഫോർമാറ്റ്. അടുത്ത് നമ്മൾ നമ്മുടെ ഹോം പാർട്ടീഷൻ 4 ആണ്. 4 ആക്കുക. അത് കൊടുക്കുക. ഫോർമാറ്റ് ചെയ്യുക. അപ്പോൾ അത് ഫോർമാറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സ്വാപ്പാണ്. സ്വാപ്പ് കിടക്കുന്നത് P3 ആണ്. P3 അപ്പോൾ mk swap എന്നാണ് അതിൻ്റെ ഫോർമാറ്റ്. swap swap. ഓക്കെ, അപ്പോൾ സ്വാപ്പും ഓക്കെ. അപ്പോൾ മൊത്തം നമ്മൾ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടി കാണാൻ LSBLK. സോ ഇത്രയും നമ്മൾ എന്തായാലും ഫോർമാറ്റും ചെയ്ത് പാർട്ടീഷൻ ചെയ്ത് പിന്നെ നമ്മൾ ഫോർമാറ്റും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് മൗണ്ട് ചെയ്യണം ഈ കാണുന്നതൊക്കെ. അപ്പോൾ നമുക്ക് മൗണ്ട് ചെയ്യാം. അപ്പോൾ മൗണ്ട് /dev /nvme me0 n1. ആദ്യം നമുക്ക് റൂട്ട് മൗണ്ട് ചെയ്യാം. അപ്പോൾ P2. അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട് വരുന്നത് 200 GB P2 P2 എല്ലാം കറക്റ്റാണ്. നോക്കാം മൗണ്ട് P2 /mnt, അതായത് /mnt ആണ് നമ്മൾ മൗണ്ട് ചെയ്യുന്നത്. /mnt എന്ന് പറഞ്ഞ ഇതിലോട്ടാണ് മൗണ്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അത് മൗണ്ടായി. ഇനി നമുക്ക് മൗണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോമാണ്. അപ്പോൾ ഹോം മൗണ്ട് ചെയ്യാം. അത് ഹോം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടീഷൻ 4 ആണ്. /ഹോമിലോട്ടാണ് പോകേണ്ടത്. mnt /home /ഹോമിലോട്ടാണ് നമ്മൾ മൗണ്ട് ചെയ്യേണ്ടത്. /home. പിന്നെ ഹോം എന്ന് പറഞ്ഞാൽ ഡയറക്ടറി ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ അങ്ങനത്തെ ഡയറക്ടറി ഇല്ലാന്ന്. അപ്പോൾ നമ്മളത് ഡയറക്ടറി ഉണ്ടാക്കാനായിട്ട് mkdir അതറിയായിരിക്കും, മേക്ക് ഡയറക്ടറി kdir /mnt /home. ഹോം എന്ന് പറയുമ്പോൾ ഡയറക്ടറി ആവും. അത് കഴിഞ്ഞിട്ട് മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മൗണ്ടായി. ഓക്കെ, അടുത്ത നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ അടുത്ത നമ്മുടെ ബൂട്ട് ഇതാക്കണം. ബൂട്ടിൻ്റെ സാധനം മൗണ്ട് ചെയ്യണം. അപ്പോൾ മൗണ്ട് ഇത് P1 ആണ്. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്യണം. P1 2 GB ആണ് മൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ /mnt /boot. ഓക്കെ /boot ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് മൗണ്ട് ചെയ്യണം. ഓക്കെ, നമ്മളപ്പോൾ എന്തായാലും ഇത് മൗണ്ട് ചെയ്യാൻ നോക്കിയിട്ട് മൗണ്ട് ആയില്ല. എന്താണെന്ന് വെച്ചാൽ ബൂട്ടിൻ്റെ ഡയറക്ടറി ഇല്ല മൗണ്ടിൽ. നമ്മളിത് ഇപ്പോൾ ഹോം ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ mkdir mnt home എന്ന് പറഞ്ഞ് ബൂട്ട് എന്ന് പറഞ്ഞ് നമ്മൾ വേറെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാണ്ട് വേറൊരു വഴിയുണ്ട്. ക്രിയേറ്റ് ചെയ്യാണ്ടല്ല, അത് ക്രിയേറ്റ് ചെയ്യാൻ വേറൊരു എളുപ്പ വഴിയുണ്ട്. /mkdir എന്ന് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇത് മൗണ്ട് ചെയ്യുന്ന അടുക്ക തന്നെ അപ്പോൾ ഇല്ലയെന്ന് മനസ്സിലാക്കി അത് ഡയറക്ടറി ഉണ്ടാക്കിക്കോളും. അതാണ് ബേസിക്കലി. അപ്പോൾ അതായി. അപ്പോൾ ക്ലിയർ നമുക്ക് LSBLK എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എന്തൊക്കെ മൗണ്ട് ആയിരുന്നു. ഇപ്പോൾ 200 GB റൂട്ട് മൗണ്ട് ആയിട്ടുണ്ട്. റൂട്ടിൻ്റെ അകത്ത് ഹോം മൗണ്ട് ആയിട്ടുണ്ട്. ബാക്കി ബൂട്ട് മൗണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൗണ്ട് ആകാനുള്ളത് നമ്മുടെ ഓക്കെ സ്വാപ്പാണ്. അപ്പോൾ സ്വാപ്പ് മൗണ്ട് ആക്കണം. ഓക്കെ സ്വാപ്പ് ഓൺ -dev -nvme0 nvme0 എന്നാണ് കേട്ടോ. nvme0 n1 P3. അപ്പോൾ അതും മൗണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ LSBLK അടിക്കുമ്പോൾ ഓക്കെ അപ്പോൾ അതും മൗണ്ട് സ്വാപ്പ് ആയിട്ടുണ്ട്. ഇതായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഏകദേശം മൗണ്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്വാപ്പ് ഓൺ ഷോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ സ്വാപ്പ് ഉണ്ടെന്ന് കാണാം. ഓക്കെ, അപ്പോൾ അതൊക്കെ വെരിഫൈ ചെയ്തോളാം. വെരിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമൻസ് ആണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാം മൗണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ ഇതെല്ലാം മൗണ്ട് ആയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അടുത്ത സ്റ്റെപ്പ് പോകാൻ പാടുള്ളൂ. ഇപ്പോൾ മൗണ്ട് ആയിട്ടുണ്ട്. അടുത്ത് നമ്മുടെ ബേസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മുടെ റൂട്ടിലോട്ട് നമ്മൾ ബേസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മുടെ തുടക്കമാണ്. അതായത് നമ്മുടെ ഹാർഡ് ഡിസ്ക് അതായത് നമ്മുടെ SSDയിലോട്ട് നമ്മൾ റൈറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ബേസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ ആ സ്റ്റെപ്പ് ഇതാ backstrap -i /mnt base. അപ്പോൾ നമ്മൾ ബേസാണ് നമ്മൾ ബാക്ക്സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ട് റൂട്ടിലോട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാണ്. ബേസ് സിസ്റ്റം ആണ് ബേസ്. അപ്പോൾ നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് root@m/mnt. ഇപ്പോൾ റൂട്ട് ഫോൾഡർ നമ്മൾ മൗണ്ട് ചെയ്ത /mnt അതിലോട്ടാണ് നമ്മൾ റൂട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിലോട്ട് സംഭവം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റർ അടിക്കുക, അടിക്കുക, എസ് കൊടുക്കുക, ഇൻസ്റ്റാൾ ആയിക്കോളും. ഇത് ഇച്ചിരി ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ എല്ലാം ഓക്കെ ആണ്. അപ്പോൾ സംഭവം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ബേസ് സിസ്റ്റം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് fstab ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുള്ള കമൻറ്റാണ് ഓക്കെ കാണുന്ന രീതിയിലാക്കാം, ക്ലിയർ ചെയ്തിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ fstab ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ /mnt അതായത് നമ്മുടെ റൂട്ടിൽ etc പറഞ്ഞ ഫോൾഡറിൽ fstab എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ ക്രിയേറ്റ് ആവും. fstab ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് /mnt ഓക്കെ /mnt /etc/fstab എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ fstab എന്ന് അടിച്ചാൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാനുണ്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ റൂട്ടുണ്ട്, ഹോം ഉണ്ട്, ബൂട്ട് ഉണ്ട്,
പിന്നെ നമ്മുടെ സ്വാപ്പ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇത് ഒരു നല്ലൊരു പോയിന്റാണ്. അപ്പോൾ ഇത് ഇത്രയും വർക്കായിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലൂടെ നമുക്ക് പോവാം. ഓക്കെ, നമ്മൾ ബേസ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ സ്റ്റിൽ ഇപ്പോൾ റൂട്ട് ആർച്ച് ISOയിലാണ്. അതായത് നമ്മുടെ ബൂട്ടബിൾ പെൻ ഡ്രൈവിലാണ് നമ്മൾ സ്റ്റിൽ. ഇപ്പോൾ നമ്മൾ ബേസ് ഇൻസ്റ്റാൾ നമ്മുടെ /MNT മൗണ്ട് ചെയ്ത നമ്മുടെ SSDയിൽ ഇൻസ്റ്റാൾ ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ SSDയിലോട്ട് എനിക്ക് കയറാം. അപ്പോൾ അതിനായിട്ട് ആർച്ച് ആർച്ച് CH ഓക്കെ ആർച്ച് CH റൂട്ട് റൈറ്റ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ CH റൂട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ നമ്മുടെ SSDയിലാണ്. ഇനി നമ്മളിപ്പോൾ അടിക്കുന്ന കമാൻഡ്സ് ഒക്കെ എന്തായാലും നമ്മുടെ SSDയിലോട്ടായിരിക്കും പോകുന്നത്. അതായത് ഇത്ര നേരം നമ്മൾ അടിക്കുന്ന കമാൻഡ്സ് ഒക്കെ നമ്മുടെ ആർച്ച് ISOയിലായിരുന്നു, നമ്മുടെ ബൂട്ടബിൾ ഡ്രൈവിലായിരുന്നു നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ചെയ്യുന്നതൊക്കെ നമ്മുടെ SSDയിലായിരിക്കും. അതിന് മുമ്പ് നമുക്ക് കുറച്ച് വേണ്ട പാക്കേജസ് ഉണ്ട്. സോ നമുക്കൊരു ടെക്സ്റ്റ് എഡിറ്റർ വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സോഡോ അല്ല സോ നമ്മൾ വിം എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ്. ഇല്ലെങ്കിൽ വിം അല്ലെങ്കിൽ നാനോ ഉപയോഗിക്കാം. നാനോ ആയിരിക്കും കുറച്ചുകൂടി ഈസി. സോ ഞാനെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഹോസ്റ്റ് നെയിം സെറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഓക്കെ ഹോസ്റ്റ് നെയിം. അപ്പോൾ നമ്മൾ ഹോസ്റ്റ് നെയിം സെറ്റ് ചെയ്യണം. അപ്പോൾ വിം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പൺ ആയത്. ഓക്കെ, സോ ഇത് വിം ടെക്സ്റ്റ് എഡിറ്റർ ആണ്. ഇത് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അല്ലാത്തൊരു നാനോ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ഞാൻ എങ്ങനെ ഇൻപുട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ആദ്യം നമുക്ക് വിമ്മിൽ ചെയ്യാം. സോ ഹോസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഹോസ്റ്റ് നെയിം ആർച്ച് നൈട്രോ. സോ ഇതാണ് ഞാൻ ഹോസ്റ്റ് നെയിമായിട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ സേവ് ചെയ്യാം. ഓക്കെ, സോ സേവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നാനോ ആയിരിക്കും കുറച്ച് സിമ്പിൾ. സോ നാനോ ETC ഹോസ്റ്റ് നെയിം. സോ നാനോ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. എന്താ വെച്ചാൽ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യുമ്പോൾ ഇവിടെ താഴെ തന്നെ നിങ്ങൾക്ക് കാണാം എങ്ങനെയൊക്കെ റൈറ്റ് ചെയ്യേണ്ടത്. സോ റൈറ്റ് ചെയ്യുന്ന കൺട്രോൾ നോക്കി കഴിഞ്ഞാൽ റൈറ്റ് ആവും. റൈറ്റ് ടു ദ ഫയൽ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ റൈറ്റ് ആയി കണ്ടോ, ഇവിടെ അതും കാണാം. പിന്നെ എക്സിറ്റ് ചെയ്യണമെങ്കിൽ കൺട്രോൾ എക്സിറ്റ് ചെയ്യാൽ മതി, എക്സിറ്റ്. സോ അപ്പോൾ ഹോസ്റ്റ് നെയിം റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഹോസ്റ്റ് ഫയൽ റെഡിയാക്കണം. അതിനായിട്ട് ഇപ്പോൾ ലോക്കൽ ഹോസ്റ്റ് ഉണ്ട്. അതിന് നമ്മുടെ യൂസറുടെ ഹോസ്റ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്യാം. സോ 127.0 അല്ല 0 അല്ലേ 0.1.1. ഇവിടെ നമ്മൾ ആർച്ച് നൈട്രോ ഡോട്ട് ലോക്കൽ ഡൊമെയിൻ ഡോട്ട് ഓക്കെ മറിച്ച്. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ഹോസ്റ്റ് ഫയൽ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. സോ ഈ ഒരു IP-യിൽ നമ്മുടെ ആർച്ച് നൈട്രോ നമ്മുടെ യൂസർ നെയിം അല്ല ഹോസ്റ്റ് നെയിം ലോക്കൽ ഡൊമെയിൻ ഹോസ്റ്റ് നെയിം അടുത്ത് നമ്മൾ സേവ് ചെയ്യാം. ഞാൻ വിമ്മിലാണ് സേവ് ചെയ്തത്, വിമ്മിലാണ് എഡിറ്റ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാനോ യൂസ് ചെയ്തിട്ടും എഡിറ്റ് ചെയ്യാം. നാനോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ റൂട്ടിൻ്റെ പാസ്വേഡ് റെഡി ആക്കണം. സോ അതിന് പാസ്വേഡ് കമാൻഡ് WD കമാൻഡ് യൂസ് ചെയ്യാം. നമ്മുടെ പുതിയ പാസ്വേഡ് അടിക്കാം, റൂട്ടിൻ്റെ പാസ്വേഡ്. സോ പാസ്വേഡ് റെഡിയായി. അപ്പോൾ റൂട്ടിൻ്റെ പാസ്വേഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് അടുത്തതിന് ടൈം സോൺ നമ്മുടെ ETC/ലോക്കൽ ടൈം സോണിലോട്ട് നമ്മൾ മാപ്പ് ചെയ്യണം. സോ അത് നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ റീജിയൻ
റീജിയൻ ഏഷ്യ ആണ്. ഏഷ്യ ഏഷ്യ സിറ്റി കൊൽക്കട്ട. സോ ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യണം. സോ സിങ്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടൈം സോൺ. ഓക്കെ, അടുത്ത നമ്മുടെ ലൊക്കേൽ കോൺഫിഗർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് എൻവിഎം ലൊക്കൽ നമ്മൾ ലോക്കൽ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് US ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. US അവിടെ ഓക്കെ. സോ US UTF-8 UTF-8 അതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ അത് സെറ്റ് ചെയ്യാം. സോ അപ്പോൾ അതിൻ്റെ കമൻറ്റ് എടുത്ത് മാറ്റിയാൽ മതി. സോ എന്നിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ലൊക്കേൽ ജനറേറ്റ് ആവും. അപ്പോൾ അത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ റൂട്ടിലാണ്, അപ്പോൾ നമുക്ക് എന്തായാലും യൂസർ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കത് ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ -m-g യൂസേഴ്സിലോട്ട് നമ്മൾ യൂസർ ആഡ് ചെയ്യുക. -g വീലിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂസർ നെയിം കൊടുക്കാം. യൂസർ നെയിം ഞാൻ മാർട്ടിൻ എന്ന് കൊടുക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കാം. സോ യൂസർ നെയിം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി യൂസർ നെയിമിൻ്റെ പാസ്വേഡ് ആഡ് ചെയ്യണം. സോ അതിന് നമ്മൾ passwd കമാൻഡ് യൂസ് ചെയ്യുക, പ്ലസ് നമ്മുടെ യൂസർ നെയിം കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുതിയ പാസ്വേഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതൊക്കെയാണ് നമുക്ക് വേണ്ട കുറച്ച് പാക്കേജസ്. സോ പാക്മാൻ എസ്, അതായത് നമ്മുടെ പാക്കേജ് മാനേജർ എസ്, ഇതൊക്കെയാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സാധനങ്ങൾ. സോ ബേസ് അത് മെയിനായിട്ട് ഡെവലപ്മെൻറ്റ് ടൂൾസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് GCC. അത് നമ്മുടെ C കമ്പൈലർ ആക്കി വരും. പിന്നെ പോസ്റ്റ് ടൂൾസ്, കുറച്ച് ടൂൾസ്, ഫാറ്റ് ഫയൽ സിസ്റ്റത്തിന് ആവശ്യമുള്ള ടൂൾസ്. പിന്നെ ഗ്രബാണ് നമ്മുടെ ബൂട്ട് ലോഡർ. സോ നമ്മൾ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നേ ഉള്ളൂ. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളിത് ചൂസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനൊരു ബൂട്ട് ലോഡർ വേണം. അപ്പോൾ അതിന് ഗ്രബ് യൂസ് ചെയ്യും. പിന്നെ EFI ബൂട്ട് മാനേജർ വേണം. അത് നമ്മുടെ EFI മാനേജ് ചെയ്യുന്നതാണ്. പിന്നെ MTools, DOS ഡിസ്ക് യൂട്ടിലിറ്റീസ് ആണ് സത്യം പറഞ്ഞാൽ MTools. പിന്നെ നമ്മുടെ അതൊക്കെ നമ്മൾ കയറ്റിയതാണ്. അപ്പോൾ പിന്നെ നെറ്റ്വർക്ക് മാനേജർ നമ്മൾ മെയിനായിട്ട് നമ്മുടെ നെറ്റ്വർക്ക്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാക്കേജസ് ആണ്. പിന്നെ OpenSSH ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ OS പ്രോബർ എന്തായാലും ആവശ്യം വരുന്നത് വെച്ചാൽ ഞാൻ ഡ്യുവൽ ബൂട്ട് ചെയ്യുന്നതാണ്. സോ ഡ്യുവൽ ബൂട്ട് ചെയ്യുന്നവർക്ക് ആവശ്യം വരുന്നതാണ് OS പ്രോബർ. സോ OS കണ്ടുപിടിക്കാൻ, OSൻ്റെ EFI പാർട്ടീഷൻസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. സൂഡോ എന്തായാലും നമുക്ക് ആവശ്യമുള്ള ഒരു മെയിൻ പാക്കേജാണ്. ബിക്കോസ് നമ്മുടെ യൂസർ വെച്ചിട്ട് നമ്മുടെ കമാൻഡ്സിനെ റൂട്ടായിട്ട് റൺ ചെയ്യാനുള്ള ഒരു ഇതാണ് സൂഡോ. സോ അത് ആവശ്യമുണ്ട്. സോ അത്രയും പാക്കേജ് നമുക്ക് എന്തായാലും ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാം. സോ ഓക്കെ, സോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂഡോ കോൺഫിഗർ ചെയ്യണം. അതായത് നമ്മുടെ യൂസറിനെ സൂഡോയിലോട്ട് ആഡ് ചെയ്യണം. സോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് നമ്മൾ സൂഡോ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ ഓക്കെ, സോ ഇതിൽ നമ്മൾ ഇത് അൺകമൻറ്റ് ചെയ്യണം. എന്നാലേ നമ്മൾ നേരത്തെ യൂസറിനെ ആഡ് ചെയ്തപ്പോൾ നമ്മൾ വീലിലോട്ടും യൂസറിനെ ആഡ് ചെയ്തു. സോ വീലിലോട്ട് നമ്മൾ ഗ്രൂപ്പ് ഓഫ് വീലാണ്, അതിൽ ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ് ആണ്. അപ്പോൾ ആ വീലിലുള്ള എല്ലാവർക്കും എല്ലാ പെർമിഷൻ സൂഡോ വഴി എക്സിക്യൂട്ട് ആകാൻ കൊടുക്കും എന്നുള്ളതാണ്. സോ അൺകമൻറ്റ് ടു ഓൾ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് വീൽ ടു എക്സിക്യൂട്ട് എനി കമൻറ്റ്. സോ അതാണ് ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ അത് റിമൂവ് ആക്കാം. അൺകമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയാവും. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ കൺസോൾ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. കീ മാപ്പും ഫോണ്ടും സെറ്റ് ചെയ്യണം. സോ അത് സെറ്റ് ചെയ്യാം. സോ ഫോണ്ട് ഞാൻ എന്തായാലും ഇപ്പോൾ ഒന്നും ഇടുന്നില്ല, ബിക്കോസ് ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് തന്നെ കുഴപ്പമില്ലാതെയാണ് ഫോണ്ട് വരുന്നത്. സോ പിന്നെ വേണമെങ്കിൽ ഈ ഒരു ഫയലിൽ കയറി എഡിറ്റ് ചെയ്താൽ മതി. ഓക്കെ, സേവ് ചെയ്തു. മെയിനായിട്ടുള്ള പരിപാടിയിലോട്ട് പോകാൻ ഇനിയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ലിനക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേണലാണെന്ന് അറിയാലോ. അപ്പോൾ ലിനക്സ് കേണൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ.
അപ്പോൾ ആ കേർണലും പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റൺ ചെയ്തിട്ടാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവുന്നത്. സോ ലിനക്സ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. സോ ലിനക്സ് കേർണൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. സോ സോ ലിനക്സ് ഹെഡ് എന്ന് പറയുമ്പോൾ ലിനക്സ് റൺ ചെയ്യാൻ കുറച്ച് ഹെഡേഴ്സിൻ്റെ ആവശ്യമുണ്ട്. സോ അതാണ് നിർബന്ധം. ഇല്ലെങ്കിലും ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് എല്ലാത്തിനും ആവശ്യം വരും. പിന്നെ ലിനക്സ് LTS ലോങ് ടേം സപ്പോർട്ട്, അത് ലിനക്സ് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ഇത് ഇപ്പോൾ ഇതെന്തിനാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലിനക്സ് വില കറപ്റ്റായി കഴിഞ്ഞാൽ ഈ ലിനക്സ് LTS വെച്ചിട്ട് നമുക്ക് ലിനക്സ് റൺ ചെയ്തിട്ട് ഇതിനെ റിക്കവർ ചെയ്യാം. ആ രീതിയിൽ ഞാൻ ഇതിപ്പോൾ കയറ്റിയേക്കുന്നത്. ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ലിനക്സിൻ്റെ കുറച്ച് ഫേമസ് വേണം, അതും വേണം. സോ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ലിനക്സ് ഒക്കെ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് കാണാം ഇമേജ് ജനറേഷൻ സക്സസ്ഫുൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് കുറച്ച് സർവീസസ് എനേബിൾ ചെയ്യണം. നമ്മൾ എന്തായാലും നെറ്റ്വർക്ക് മാനേജർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. സോ അപ്പോൾ അതിൻ്റെ സർവീസ് എനേബിൾ ചെയ്യാൻ വേണ്ടി സിസ്റ്റം സീറ്റ് മാനേജർ യൂസ് ചെയ്തത് നമ്മുടെ സർവീസ് എനേബിൾ ആവും. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ SSH ഡൗൺലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതും ഓക്കെ. സോ നമ്മൾ ലിനക്സ് കേർണൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട വേറെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണിത്. സോ ഇത് നമ്മൾ ബേസിക്കലി നമ്മുടെ ഇന്നിറ്റ് ഫ്രാംസ് നമ്മൾ റീജനറേറ്റ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തത് നമ്മൾ ലിനക്സും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ലിനക്സ് LTSും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ രണ്ടിനും നമ്മൾ ഇത് റൺ ചെയ്യണം. സോ നമ്മൾ ലിനക്സിന് ആദ്യം റൺ ചെയ്യാം. ഓക്കെ, ഇനി ലിനക്സ് LTSന് റൺ ചെയ്യാം. ഓക്കെ, ഓക്കെ നമ്മളെല്ലാ സർവീസസും എനേബിൾ ചെയ്തു. നെക്സ്റ്റ് നമുക്കുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബൂട്ട് ലോഡർ റെഡി ആക്കണം. ഓക്കെ, അതിനായിട്ട് നമ്മൾ ബൂട്ട് ലോഡറൊക്കെ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. നമ്മൾ മറ്റേ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഗ്രബും EFI മാനേജർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. ഓക്കെ, നമ്മൾ മൗണ്ടഡ് ആണോ എന്ന് നമുക്ക് നോക്കാം ബൂട്ട്. അപ്പോൾ LSBLക്ക്. സോ നമ്മൾ ഓൾറെഡി മൗണ്ട് ചെയ്തതാണ്. ഇതാണ് നമ്മൾ മൗണ്ട് ചെയ്തത്. ഓക്കെ, സോ ഇനി നമ്മൾ മൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും അടുത്ത പ്രൊസീജിയറിലോട്ട് പോകാം. സോ അതിന് നമുക്ക് ബൂട്ട് എന്ന ഡയറക്ടറിയിൽ നമുക്ക് എന്തായാലും EFI എന്ന് പറഞ്ഞ ഡയറക്ടറി വേണം. സോ അതിനായിട്ട് നമുക്ക് ബൂട്ട് എന്ന ഡയറക്ടറി നമുക്ക് ഓപ്പൺ ആക്കാം. സോ ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഗ്രബ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഈ കമൻറ്റ് യൂസ് ചെയ്യുന്ന ഗ്രബ് ഇൻസ്റ്റാൾ. പിന്നെ ടാർഗറ്റ് EFI ഇതാണ് നമ്മുടെ ഡയറക്ടറി, ഇതിലോട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ നമ്മൾ ബൂട്ട് ലോഡർ ID ഗ്രബ് EFI എന്നാണ് നമ്മൾ ഇടുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇൻസ്റ്റാൾ ആക്കാം. സോ ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. ക്ലിയർ. ഓക്കെ, ഇനി കുറച്ച് ലോക്കൽ ഫയൽസ് നമ്മൾ കോപ്പി ചെയ്യണം നമ്മുടെ ഗ്രബിൽ നിന്ന് നമ്മൾ ലോക്കൽ ഗ്രബിലോട്ട്. സോ അത് കോപ്പി ആയിട്ടുണ്ട്. ക്ലിയർ അടിക്കാം. നമുക്ക് ഗ്രബിൻ്റെ കുറച്ച് ഫയൽസ് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റർ പിന്നെ /etc/default/grub യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രബിൻ്റെ കോൺഫിഗറേഷൻ ഫയൽസ് ആണത്. സോ നമുക്ക് വേണമെങ്കിൽ ടൈം ഔട്ട് വേണമെങ്കിൽ 5 സെക്കൻഡിൽ നമ്മൾ ഗ്രബ് ലോഡായി ഒരു OS ബൂട്ടാകും. അതാണ് ഈ ടൈം ഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് അത് 25 സെക്കൻഡ് ആക്കാം. സോ ബേസിക്കലി അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ OS പ്രോബർ ഉണ്ടല്ലോ, അത് നമുക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോഴേ അത് വർക്ക് ആവുള്ളൂ. സോ അതും കൊടുത്തു. സോ OS പ്രോബർ എന്തായാലും നമ്മൾ ഡുവൽ ബൂട്ട് ചെയ്യുമ്പോൾ എന്തായാലും ആവശ്യം വരും. സോ അത് നമുക്ക് റെഡിയാക്കണം. അപ്പോൾ അതിനാണ് നമ്മളത് കമൻറ്റ് ചെയ്തത്. സോ റൈറ്റ് ക്വിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ഗ്രബ് കോൺഫിഗറേഷൻ നമ്മൾ റീജനറേറ്റ് ചെയ്യണം. സോ അതും റീജനറേറ്റ് ആയിട്ടുണ്ട്. സോ ബേസിക്കലി എല്ലാം ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് എന്തായാലും CH റൂട്ടിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആവാം. എക്സിറ്റ് ആയിട്ട് നമുക്ക് എന്തായാലും അൺമൗണ്ട് ചെയ്യാം. മൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ എല്ലാം അൺമൗണ്ട് ആവും. നമുക്ക് എന്തായാലും റീബൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും റീബൂട്ട് ആയിട്ടുണ്ട്. റീബൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ടെർമിനലായിരിക്കും കാണുന്നത്. ഇങ്ങനത്തെ ആയിരിക്കില്ല, ഒരു ബേസിക് ടെർമിനലായിരിക്കും. അതായത് ഇതുപോലെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഹോസ്റ്റ് നെയിം ലോഗിൻ കാണും. അപ്പോൾ നമ്മൾ നമ്മളെ യൂസർ നെയിം അടിച്ചു കൊടുത്ത് പാസ്വേഡ് അടിച്ചു കൊടുത്ത് കയറാം. പാക്കേജ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സൂഡോ വർക്ക് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ പാസ്വേഡ് വെച്ച്. ഓക്കെ, നമ്മുടെ സൂഡോ വർക്ക് ആവുന്നുണ്ട്. ഇത് അപ്ഡേറ്റ് ആയി, സിസ്റ്റം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ്വർക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പാക്മാൻ
SY അടിക്കുമ്പോൾ നിങ്ങൾക്ക് എറർ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഞാൻ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇതിപ്പോൾ അപ്ഗ്രേഡ് ആയത്. അപ്പോൾ ആദ്യം റീബൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിരിക്കില്ല. അപ്പോൾ അത് കണക്റ്റഡ് ആക്കാനായിട്ട് നമ്മൾ നെറ്റ്വർക്ക് മാനേജർ എന്ന് പറഞ്ഞ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അപ്പോൾ അത് ആക്സസ് ചെയ്യാൻ വേണ്ടി NMTUI അടിച്ചു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് മാനേജറുടെ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആക്ടിവേറ്റ് കണക്ഷൻ. സോ ഇതിൽ ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട് ശുഭദിനം 5G. കണക്ട് ചെയ്യാനായിട്ട് അത് ക്ലിക്ക് ചെയ്യുക, പാസ്വേഡ് അടിക്കുക, കണക്റ്റ് ആവും. പിന്നെ എസ്കേപ്പ് അടിച്ച് ബാക്ക് അടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ sudo pacman എസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം അപ്ഗ്രേഡ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ സിസ്റ്റമാണ് അപ്ഗ്രേഡ് ചെയ്തത്. നെക്സ്റ്റ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പാക്കേജസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ sudo pacman -sy-u ആഡ് ചെയ്താൽ മതി. ഓക്കെ, അതാകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ പാക്കേജസും അപ്ഗ്രേഡ് ആവും. സിസ്റ്റം മാത്രമല്ല, അതിങ്ങനെ കാണാം ഫയർഫോക്സിൻ്റെ പാക്കേജസും അതൊക്കെ അപ്ഗ്രേഡ് ആണ്. എസ് അടിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ടൈം, ഡേറ്റ്, CTL നമ്മൾ ആദ്യം റെഡി ആക്കിയായിരുന്നു. അപ്പോൾ ഇവിടെ എസ് ആയിരിക്കണം, പിന്നെ ഇവിടെ കൊൽക്കട്ട ആയിരിക്കണം. അതൊക്കെ നമ്മൾ ആദ്യമേ റെഡി ആക്കിയതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഇത് റെഡി ആക്കണം. ഇപ്പോൾ സിസ്റ്റം സിങ്കണൈസേഷൻ നോ ആണെങ്കിൽ ഈ കമാൻഡ് യൂസ് ചെയ്താൽ മതി. sudo ടൈം ഡേറ്റ് CTL സെറ്റ് NTP ട്രൂ. എന്നിട്ടും നോ ആണെങ്കിൽ നെറ്റ്വർക്ക് മാറ്റി വെക്കണം. അതായത് നിങ്ങളുടെ വൈഫൈ വേറെ മാറ്റി വയ്ക്കാൻ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടൈം സോൺ വേറെയാണ്. ഈ ടൈം സോൺ റെഡി ആക്കാനുള്ള കമാൻഡാണിത്. sudo ടൈം ഡേറ്റ് CTL സെറ്റ് ടൈം സോൺ ഏഷ്യ കൊൽക്കട്ട. ഓക്കെ, നമ്മൾ ഏകദേശം ബേസിക് വെരിഫിക്കേഷൻ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് എന്തായാലും ഒരു ടെർമിനൽ മാത്രമേ ഉള്ളൂ. നമുക്കൊരു ഡെസ്ക്ടോപ്പ് എൻവയോൺമെൻറ്റ് വേണം. അതായത് നമ്മുടെ വിൻഡോസിൽ കാണുന്ന പോലെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസ്ക്ടോപ്പ് എൻവയോൺമെൻറ്റ് വേണം. ഇപ്പോൾ നമ്മുടെ ടെർമിനൽ മാത്രമേ ഉള്ളൂ. നമ്മൾ റീബൂട്ട് ചെയ്യുമ്പോൾ ഈ ടെർമിനൽ കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഏതൊക്കെ തരം ഡെസ്ക്ടോപ്പ് എൻവയോൺമെൻറ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ കാണിക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡെസ്ക്ടോപ്പ് എൻവയോൺമെൻറ്റ്സ്. സോ പലതരം ഉണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് എന്തായാലും ഗ്നോം ഉണ്ട്, KD പ്ലാസ്മ ഉണ്ട്, ഹൈപ്പർലാൻഡ് ഉണ്ട്. ഗ്നോം എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്ക് OSൻ്റെ ഒരു ടൈപ്പാണ്. പിന്നെ വിൻഡോസ് ഉപയോഗിച്ച് പരിചയമുള്ളവർക്ക് KD പ്ലാസ്മ നല്ലതായിരിക്കും. പിന്നെ കുറേ കസ്റ്റമൈസേഷൻ ഭയങ്കര എക്സ്ട്രീമാണ്. അതായത് നമുക്ക് ഏത് തരം വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ഹൈപ്പർലാൻഡും ഒരു ടൈലിംഗ് മാനേജർ ടൈപ്പാണ്. KD പ്ലാസ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ വിൻഡോസ് പോലെ നോർമൽ യൂസേജിനൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഗ്നോം ഏകദേശം ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. മാക് OS പോലത്തെ സ്റ്റൈലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ KD പ്ലാസ്മ. നമ്മുടെ വിൻഡോസിൻ്റെ പോലെ തന്നെ. ഇത് പിന്നെയും കുറേ കസ്റ്റമൈസൊക്കെ ചെയ്യാം. ഇത് XFSC എന്ന് പറഞ്ഞ ഒരു ഇതാണ്. ഇത് മെയിനായിട്ട് അത് ലോ പെർഫോമൻസ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ സിന്നമൺ അങ്ങനെ പല രീതിയുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. സോ ഇതാണ് ഞാൻ പറഞ്ഞ ഹൈപ്പർലാൻഡ് ആദ്യം ഇങ്ങനെ ആയിരിക്കില്ല. ഇത് നമ്മൾ ഒരു കോൺഫിഗ് ഫയലൊക്കെ വെച്ച് നമ്മൾ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കുന്നതാണ്. സോ അത് അത്യാവശ്യം ടഫാണ്. ഓക്കെ, സോ ഇതാണ് മെയിനായിട്ട് ഡെസ്ക്ടോപ്പ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും സിംപ്ലിസിറ്റിന് വേണ്ടി നമുക്ക് എന്തായാലും ഗ്നോമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. സോ ഗ്നോമിൻ്റെ ഇൻസ്റ്റാളേഷനിലോട്ട് പോകാം. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും ഗ്നോം. അത്യാവശ്യം കാണാനും നല്ല ഇതാണ് യൂസർ. സോ അത്യാവശ്യം കാണാനും നല്ല ഇതാണ്. പിന്നെ ബിഗിനേഴ്സിന് കുറച്ച് നല്ലതാണ്. സോ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് sudo pacman gnome extra, പിന്നെ GDM. ഓക്കെ, ഇത്ര നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് sudo ctl enable GDM ചെയ്യണം. GDM എന്ന് പറയുന്നത് നമ്മുടെ ലോക്ക് സ്ക്രീൻ ഇല്ലേ, അതായത് നമ്മൾ ബൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ പാസ്വേഡ് അടിക്കുന്ന വരുന്ന ഒരു സ്ക്രീനാണ് GDM എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എനേബിൾ ചെയ്യണം. ഓക്കെ, എന്നിട്ട് റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലത്തെ ഗ്നോം ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഗ്നോം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ sudo pacman gnome gnome extra. സോ ഈ രണ്ട് പാക്കേജസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അടിക്കാം. സോ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ എല്ലാ പാക്കേജസും, ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാ പാക്കേജസും. സോ ഇതിൽ GDM വരുന്നുണ്ട്. അപ്പോൾ GDM വേറെ പാക്കേജ് ആയിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. സോ GDM ഒക്കെ ഇൻക്ലൂഡഡ് ആണ്.
ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല, ഞാൻ വേറെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ ജി ഡി എം എനേബിൾ ചെയ്യണം. ഇപ്പോൾ ജി ഡി എം എനേബിൾ ചെയ്യാനായിട്ട് നമ്മൾ sudo system ctl enable gdm. ഓക്കെ, അത് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ, ഓക്കെ ഇത് ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എനേബിൾഡ് എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ sudo റീബൂട്ട് ആവും. എന്നുവെച്ചാൽ റീബൂട്ട് ചെയ്യുക. റീബൂട്ട് ചെയ്ത് കയറുന്ന അടുത്ത സമയത്ത് ജി ഡി എം ആയിരിക്കും കാണുന്നത്. ഇത് ഇതുപോലെ ആയിരിക്കും കാണുന്നത്. ജി ഡി എം കാണും. നമ്മുടെ പാസ്വേഡ് അടിച്ച് കയറിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസും കാണും. നമ്മളെന്തായാലും ആർച്ച് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ നമ്മളെങ്ങനെയാണ് ആദ്യം തൊട്ട് നമ്മൾ നോക്കി എങ്ങനെയാണ് തുടങ്ങേണ്ടത് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഡെസ്ക്ടോപ്പ് സെറ്റ് ചെയ്യാം, അപ്പം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. വേറെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ 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 ബൈ.